അല്ല, പ്രതിഭകളായിട്ടും ലോകത്തിന് മുന്നിൽ തിളങ്ങാൻ പറ്റാത്ത ഒരുപാട് വനിതകൾ നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെയുള്ള വനിതാ രത്നങ്ങളെ കണ്ടെത്തി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് റെഡ് കാർപ്പറ്റ്. പ്രതിഭകളുടെ പ്രകടനക്കായി കാത്തിരിക്കുന്ന ഈ വേദിയിലേക്ക് നമ്മുടെ ഗസ്റ്റായിട്ട് ഒരു പ്രതിഭയെ തന്നെ സ്വാഗതം ചെയ്യാം. ഈ വ്യക്തിയെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു മികച്ച അഭിനേത്രിയാണ്, അതിലുപരി നല്ലൊരു നർത്തകിയാണ്, ഒരു കുടുംബിനിയാണ്. നമ്മുടെ മലയാളികളുടെ സ്വന്തം, നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ബാലാമണി, ദ ലവ്ലി നവ്യ നായർ. അപ്പൊ നവ്യ ചേച്ചി, ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം. നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ ഇരുന്ന് സംസാരിക്കാം. നവ്യ ചേച്ചി, എന്താണ് വിശേഷങ്ങൾ? ഈ ലോക്ക്ഡൌൺ ആക്ടിവിറ്റീസ് ഒക്കെ എന്തൊക്കെയായിരുന്നു? കുറെ ഡാൻസ് വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടു. അതെ, വളരെയധികം സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പ്രോപ്പർ അല്ല. അപ്പോൾ വേൾഡ് ഡാൻസ് ഡേക്ക് വേണ്ടി ചെയ്തതാണ്. അതെ, ആസൈ മുഖം മറന്നു പോച്ച്. അപ്പോൾ വേൾഡ് ഡാൻസ് ഡേക്ക് വേണ്ടി അത് റിലീസാക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ ചെയ്തത്. പക്ഷേ അത്ര വലിയ ഈ ഉൾക്കാഴ്ചയുടെ കുറവുണ്ട്. ഞാൻ അന്ന് രാവിലെയാണ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ വിചാരിച്ചു വൈകിട്ട് അതങ്ങ് തീരും, എഡിറ്റ് ചെയ്ത് തീർക്കാം, 1 മിനിറ്റ് ഇട്ടാൽ മതിയല്ലോ ഇൻസ്റ്റഗ്രാമിൽ. അപ്പൊ അങ്ങനെ തുടങ്ങി. പക്ഷെ ചെയ്ത് വന്നപ്പോ എനിക്ക് 1 മിനിറ്റ് അല്ല, ആ പാട്ടങ്ങ് മുഴുവൻ ചെയ്തേക്കാം എന്ന് തോന്നി. അപ്പൊ പിന്നെ ഈ പറഞ്ഞ വീട്ടിൽ തന്നെ അപ്പുറത്തൊക്കെ തന്നെ മുറ്റത്ത് പാടത്ത് ഒരു പാടമുണ്ട് ഫ്രണ്ടിൽ. അപ്പൊ അതിന്റെ ഫ്രണ്ടിലൊക്കെ വെച്ചിട്ട് വെറുതെ കുറേ നാളുകൾക്ക് ശേഷമാണ്, കല്യാണത്തിനൊക്കെ ശേഷം കുറെ നാളിന് ശേഷം നമ്മുടെ ഇൻഡസ്ട്രിയിൽ വീണ്ടും വന്നു. അതിനുശേഷം ഇപ്പോ ഒരു ശക്തമായിട്ടുള്ള സ്ത്രീ കഥാപാത്രം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കൊടുക്കാൻ പോവാണ്. ആ സിനിമയെ കുറിച്ചിട്ടും ആ ക്യാരക്ടറിനെ കുറിച്ചിട്ടൊക്കെ പറയും. സിനിമയുടെ പേര് ഒരുത്തി എന്നാണ്. VK പ്രകാശ്, VKP ആണ് അതിന്റെ സംവിധായകൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കഥയാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഇങ്ങനെയുള്ള ഒരു ക്രൂ ഫോമാറ്റ് ആയിട്ടില്ല. ആദ്യമായിട്ട് ഈ കഥ സംസാരിച്ചു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷെ പിന്നെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇത് സിനിമയായിട്ട് സംഭവിക്കുന്നത്. അത് ശരിക്കും ഒരു ഡെസ്റ്റിനിയാണ്. അന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ ഈ ഇൻ ബിറ്റ്വീൻ ഇങ്ങനെ ഒരുപാട് കഥകൾ കേൾക്കാറുണ്ടായിരുന്നെങ്കിലും മനസ്സിൽ വിചാരിക്കും അങ്ങനെ ഒരു വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വരികയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. എന്തിനാണ് ആൾക്കാർക്ക് നമ്മുടെ മനസ്സിലിങ്ങനെ ബാലാമണിയും സാറൊക്കെ കടക്കുന്നുണ്ട്, ഉള്ള ഇഷ്ടം പോകണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. ഇപ്പൊ എന്തായാലും അതിന് പറ്റിയൊരു എന്റെ ഭാഗത്തുനിന്ന് എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന എന്റെ ഒരു കഴിവിന്റെ പരമാവധി വെച്ചിട്ടാണ് ഞാനത് അസസ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ എന്റെ അസസ്മെന്റിൽ എനിക്ക് നന്നായി എന്ന് തോന്നുന്ന ഒരു സിനിമ തന്നെയാണ് ഒരുത്തി. ചേച്ചി ഒരു അഭിനേത്രിയാണ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ അഭിനേത്രിയാണ്, നർത്തകിയാണ്, കുടുംബിനിയാണ്, അമ്മയാണ്. ഇത്രയും വേഷങ്ങൾ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിന്റെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏത് വേഷമാണ് ഏറ്റവും കംഫർട്ടബിൾ, സന്തോഷമൊക്കെ തോന്നുന്നത്? അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ സംഭവിച്ചു പോകുന്നല്ലോ. വീട്ടിലൊക്കെ നിൽക്കുമ്പോ ഈ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയ കാര്യമല്ലേ. എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്നതേ അതിന്റെ ഇടയിൽ സമയം. ഞാനിങ്ങനെ ഒരു അങ്ങനത്തെ ഒരു ബിലീഫ് ഇല്ല. ഇപ്പൊ ചെയ്യുന്ന കാര്യം ഞാൻ നന്നായിട്ട് അങ്ങ് ചെയ്യാൻ ശ്രമിക്കും. ഈ എല്ലാ കാര്യത്തിലും ഞാൻ നമ്പർ 1 ആണെന്ന് തെളിയിക്കാൻ പോകുന്ന ഒരു സംഭവം എനിക്കില്ല ബേസിക്കലി. ഇപ്പൊ ഞാൻ കുഞ്ഞിൻ്റെ അടുത്താണെങ്കിൽ ഞാൻ അവൻ്റെ അടുത്ത് ഫുൾ എന്താ പറയുക ഇൻവോൾവ് ആയിട്ട് ഞാനിപ്പോൾ അവനെ പഠിപ്പിക്കുകയാണ്. പരീക്ഷയ്ക്കെങ്കിൽ ഞാൻ ഫുൾ ഇൻവോൾവ് ആയിട്ട് പഠിപ്പിക്കും. അല്ലാത്ത സിറ്റുവേഷൻ വന്നിട്ട് ഞാൻ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എക്സാം കഴിഞ്ഞിട്ട് അവൻ ലൊക്കേഷനിലേക്ക് വരും. അപ്പൊ എക്സാം ഉച്ചയാകുമ്പോഴത്തേക്കും കഴിയും, ലൊക്കേഷനിലേക്ക് നേരെ വരും. എന്നിട്ട് കാരവനിൽ കയറി അവൻ ഉടുപ്പൊക്കെ മാറിയിട്ട് നോർമൽ ഡ്രസ്സ് ഇട്ടിട്ട് കുറച്ചു നേരം അവിടെ നിന്നിട്ട് എൻ്റെ മകനായിട്ട് അവനെ കുട്ടിയുടെ കൂടെ കളിക്കും. കളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. പിന്നെ കുറച്ചു നേരം ഞാൻ എഴുതാൻ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കാരവനിൽ പോയിരുന്നിട്ട് എഴുതുകയൊക്കെ ചെയ്യും. അങ്ങനെ മാനേജ് ചെയ്തിട്ടുണ്ട് ഞാൻ, ഇല്ലാന്നല്ല. പക്ഷെ എന്നാലും എല്ലാത്തിലും ഞാൻ ഒന്നാമതെത്താനൊന്നും അങ്ങനെ ശ്രമിക്കാറില്ല. ഞാനൊരു അമ്മയാണെന്നുള്ള രീതിയിലുള്ള കാര്യവും വീട്ടുകാരിയാന്ന് എല്ലാം കൂടി മനുഷ്യനല്ലേ. എന്നാലും എല്ലാം ഭംഗിയായിട്ട് നിർവഹിച്ച് എല്ലാം ഹാപ്പി ആയിട്ട് ഇരിക്കണം. അപ്പ വരുന്ന പോലെ നമ്മളെ സ്വീകരിക്കുകയാണ്. റെഡ് കാർപ്പറ്റിന്റെ ഈ യാത്രയിലൂടെ നമ്മൾ കണ്ടെത്തിയ കുറച്ച് പ്രതിഭകളുണ്ട്. എങ്ങനെയായിരുന്നു അവരിലേക്ക് എത്തിച്ചേർന്നത്, അവരുടെ ആ യാത്ര എങ്ങനെയായിരുന്നു, ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ അറിയാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് സത്യത്തിൽ എനിക്കുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം അല്ലെ. നമുക്ക് ജസ്റ്റ് ആ ഒരു വീഡിയോ പ്രൊഫൈൽ ഒന്ന് കാണാം. നമസ്കാരം, ഞാൻ ലക്ഷ്മി ജയൻ. നിങ്ങൾക്ക് പലർക്കും ഒരു പാട്ടുകാരിയായിട്ടും ഒരു വയലിനിസ്റ്റായിട്ടും ആങ്കറായിട്ടൊക്കെ എന്നെ അറിയായിരിക്കും. എനിക്ക് വലിയ കുറേ ദൗത്യങ്ങളുണ്ട് ഇപ്രാവശ്യം. കാരണം ഞാനൊരു
ഒരു യാത്ര ആരംഭിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്നും അങ്ങ് കാസർഗോട്ടേക്ക്. എന്തിനാണ് ആ യാത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീടിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയിട്ടുള്ള ഒരുപാട് കലാകാരികൾ, സ്ത്രീകൾ ഉണ്ട്. സോ അവരെ തേടിക്കൊണ്ടുള്ള ഒരു യാത്രയാണ് ഞാൻ ഇവിടെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ കണ്ണൂർ എത്തിയിരിക്കുകയാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണൂർ നമ്മുടെ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഒരു കലാകാരി ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വയലിനിസ്റ്റാണ് ഞാനിപ്പോൾ കാണാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് വേദമിത്ര എന്നാണ്. ഷീ ഈസ് റിയലി ടാലൻറ്റഡ്. എന്തായാലും നമുക്ക് വീട്ടിൽ പോയിട്ട് വേദമിത്രയെ നേരിട്ട് കണ്ട് നമുക്ക് വിശേഷങ്ങളും ആ ടാലൻറ്റും എല്ലാം മനസ്സിലാക്കാം. ഇതാണ് വേദമിത്രയുടെ വീട്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വയലിനിസ്റ്റ്. നമുക്ക് എന്തായാലും നേരിട്ട് പോയി കാണാം. ഹലോ ആൻറ്റി, ഞാൻ അമൃത ടിയുടെ റെഡ് കാർപ്പറ്റിൽ വരാണ്. ലക്ഷ്മിയാണ്. വേദമിത്ര കറക്റ്റാണ്. ഞാനപ്പം പറഞ്ഞതൊക്കെ കറക്റ്റാണ്. അതായത് വേദമിത്ര എന്ന് പറഞ്ഞ വീട്ടിലെത്തുമ്പോഴും കയ്യിലുണ്ട് ആയുധം. എന്തായാലും നമുക്ക് കറക്റ്റ് ടൈമാണ് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു അല്ലേ? ഓക്കെ, എന്തായാലും നമുക്ക് വിശേഷങ്ങളൊക്കെ അറിയാം. വേദമിത്രയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് മധു ബാലകൃഷ്ണൻ സാറ് പാടിയ അമ്മേ അമ്മേ എന്ന് തുടങ്ങുന്ന പാട്ട് ഞാൻ ആദ്യമായിട്ടാണ് അതൊരു വയലിനിൽ ഒരാൾ പാടി, അതും അത്രയും പവർഫുൾ ആയിട്ട്. അതിനുശേഷം ഓ ദിൽറുബ എന്നുള്ള ഗാനം, ഹരിമുരളീരം, ഇതൊക്കെ നമ്മൾ ഒരിക്കലും പെട്ടെന്ന് കൈവയ്ക്കാത്ത സോങ്സ് ആണ്. പക്ഷേ ഒരു പാട്ട് അതെങ്ങനെയാണോ നമ്മൾ കേൾക്കുന്നത് അതേപോലെ തന്നെ വയലിനിൽ വായിക്കാൻ കഴിയുന്ന ഒരു അമേസിംഗ്ലി ടാലൻറ്റഡ്, എനിക്കൊന്ന് വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ ഒരുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കലാകാരിയാണ് വേദമിത്ര. ആൻഡ് വെൽക്കം ടു റെഡ് കാർപ്പറ്റ്. താങ്ക്സ്. എത്ര വർഷം ആയിട്ട് വയലിൻ പഠിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്? ഞാൻ 4th സ്റ്റാൻഡേർഡ് മുതലേ പഠിക്കാൻ തുടങ്ങിയത്. 4th സ്റ്റാൻഡേർഡ് മുതലേ. ഞാൻ ഈയിടയ്ക്ക് ശ്രദ്ധിച്ചു ഒരു ഫീമെയിൽ ബാൻഡിൽ അല്ലേ 3 പേരല്ലേ നിങ്ങൾ? 3 പേര്. കാരണം വളരെ റെയർ ആയിട്ടാണ് ഒരു ഫീമെയിൽ ബാൻഡ്സ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണ്? എന്താണ് അതിൻ്റെ പേര്, ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയിലാണ്. അപ്പോൾ അവര് എന്നെ പോലെ തന്നെ ആർട്ടിസ്റ്റും കൂടി ചേർന്ന് വന്നൊരു ബാൻഡാണ്. ഇങ്ങനെ ഫ്യൂഷൻ ടൈപ്പ് സോങ്സ് ആയിരുന്നു. അപ്പം എല്ലാവർക്കും നല്ല പരിചയം, നല്ല ഇഷ്ടപ്പെട്ട സോങ്സ് നമ്മളതായ ഒരു സ്റ്റൈലിൽ ചെയ്യുമ്പോൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു നല്ല റിവ്യൂസ് കിട്ടുന്നത്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഞങ്ങൾ റെഡ് കാർപ്പറ്റിലേക്ക് ക്ഷണിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ തകർക്കും തോന്നുന്നു. കാരണം എനിക്ക് ഓ ദിൽറുബയുടെ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഈ ഒരു പെർഫോമൻസ് കാരണം വല്ലാത്തൊരു മൂഡല്ലേ. അതെ, ഭയങ്കര രസമുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യിപ്പിക്കാതെ ആ കലാകാരിയെ വിളിക്കാം അല്ലെ? വേദമിത്ര, നമ്മുടെ അസല് പേരല്ലേ? അതെ അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കലാകാരിയും ഒരു ഗംഭീര കലാകാരിയാണെന്ന് ഇപ്പൊ മനസ്സിലായി. എന്തായാലും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ലെറ്റ്സ് മീറ്റ് വേദമിത്ര. വീഡിയോ പ്രൊഫൈലൊക്കെ കണ്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആ സത്യത്തില്. ഓ ദിൽറുബ കുറച്ച് കേട്ടു, പിന്നെ ലക്ഷ്മി പറഞ്ഞു ഹരിമുരളീരവം ഒക്കെ വയലിനിൽ പ്ലേ ചെയ്യുന്നു. അതൊക്കെ കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാവോ ഞങ്ങൾക്ക് ഇന്ന്? ഹരിമുരളീരവം വായിക്കൂല, പക്ഷെ അതിനെ പോലെ തന്നെ ഒരു സോങ്, അതിനെ പോലത്തെ സോങ് ഏതാണ്ട് കുഴപ്പമില്ല. വേദമിത്രയ്ക്ക് വയലിനോട് ഒരു പ്രണയം തോന്നാൻ എന്താ കാരണം?
പ്രണയം ശരിക്കും സ്റ്റോറി കുറച്ച് ഫണിയാണ്. കാരണം ഫണ്ണി സ്റ്റോറിയാണല്ലോ നമുക്ക് വേണ്ടത്, പറഞ്ഞോളൂ. ശരിക്കും ഈ വയലിനോട് ഇത് ക്രേസ് വന്ന ഒരു വാശി കൊണ്ടാണ്. വാശിയുണ്ടോ? അത് ശരിക്കും പറഞ്ഞാൽ എന്റെ ചേട്ടൻ ഗിറ്റാർ വായിക്കും. ഓക്കെ. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ കലോത്സവത്തിലും പോയി ഇങ്ങനെ ട്രോഫീസ് എല്ലാം അടിച്ച് ഇങ്ങനെ 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 വാങ്ങിക്കുമ്പോൾ എനിക്ക് കുറച്ച് ജലസി തോന്നുന്നുണ്ട്. ഏട്ടനെ പോലെ തന്നെ ഒരു സംഭവം ചെയ്യണം. അപ്പോഴേ ഞാൻ ഗിറ്റാറും കീബോർഡെല്ലാം പഠിച്ച് തുടങ്ങുന്ന ഒരു കാലം. അപ്പൊ ഞാൻ വിചാരിച്ച എന്നാ ഏട്ടനെ പോലത്തെ ഇൻസ്ട്രുമെന്റ് എന്നാ വേണ്ട, വേറെ ഒന്നും ചെയ്യാം. അപ്പൊ ഞാൻ ഇങ്ങനെ അച്ഛനമ്മേൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അച്ഛൻ ചോദിച്ചു എൻ്റെ അടുക്ക ഏത് ഇൻസ്ട്രുമെന്റാ പ്ലേ ചെയ്യേണ്ടത് പഠിക്കണ്ടേന്നുള്ളത്. അപ്പൊ മനസ്സിൽ പെട്ടെന്ന് ഒരു ലൈറ്റ് ബൾബ് വന്ന ഒരു സംഭവമാണ് വയലിൻ. അപ്പൊ അങ്ങനെ പഠിച്ചു തുടങ്ങിയതോ. പിന്നീട് അത് ഭയങ്കര ഒരു ക്രേസ് ആയി അല്ലേ? പിന്നീട് അതിനോട് നല്ല ഇഷ്ടം വരാൻ തുടങ്ങി. പിന്നെ ചേട്ടനേക്കാൾ നന്നായിട്ട് വായിക്കും അല്ലേ? അല്ലേ? ആണ്, അങ്ങനെ തന്നെ പറ. അപ്പൊ നിങ്ങൾ വീട്ടിലാണെങ്കിലും ഒരു യുദ്ധം, ഒരു കോമ്പറ്റീഷൻ ഒക്കെ ഇടയ്ക്ക് നടത്താം അല്ലേ? ഒരു വയലിൻ ഗിറ്റാർ മൂഡാണ് അല്ലേ? സോ ഗുഡ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൻസ്ട്രുമെന്റ് ആണ് വയലിൻ. ഇങ്ങനെ ഷൂട്ടിന്റെ ഇടയിൽ ഞാനൊരു ഇതൊക്കെ നടത്തി നോക്കി പഠിക്കാൻ വേണ്ടിട്ട്. ഷൂട്ടൊക്കെ പണ്ട് വർഷങ്ങൾക്ക് മുന്നേ. അപ്പോ രക്ഷയില്ല. കാരണം ഈ കുറച്ച് ദിവസം നമ്മൾ പഠിക്കുമ്പോൾ ഈ ഫിംഗറിങ് എല്ലാം മറന്നു പോവാണ് ഏതൊക്കെയാണെന്നുള്ളത്. പിന്നെ നഖം വളർത്താൻ പറ്റില്ല. ആദ്യമൊക്കെ വളർത്താൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ട്. പിന്നെ വളർത്തുന്നവരുണ്ട് വശമായി കഴിയുമ്പോഴേ. അപ്പോൾ നഖം വളർത്താൻ പറ്റില്ല. അപ്പോൾ ഈ ക്യാരക്ടേഴ്സിനൊക്കെ കണ്ടിന്യൂറ്റി ഒക്കെ ആയിരിക്കും ചിലപ്പം നെയില്, അത് പ്രശ്നം. അങ്ങനെയായിട്ട് അവസാനം ആ മോഹം ഞാൻ ഉപേക്ഷിച്ചു. പക്ഷെ ഞാനൊരു വലിയ കുന്നക്കുടി വൈദ്യനാഥൻ ഫാനാണ്. എൽ സുബ്രഹ്മണ്യം, അതായത് ഇവരുടെയൊക്കെ വലിയ ക്രൈസി ഫാനാണ് ഞാൻ. ഇന്നലെ രാത്രിയും കൂടി ഞാൻ ദർബാരി കാനഡ ഫുള്ള് വയലിനിൽ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു രാത്രി മുഴുവൻ. അപ്പോൾ ഞാൻ അത്രയ്ക്കും ലുക്ക് ഫോർവേഡ് ചെയ്യുന്നുണ്ട് മോളുടെ പെർഫോമൻസ്. കാരണം ഇത് കേട്ടതും പിന്നെ ബീയിങ് സച്ച് എ ബിഗ് വയലിൻ ഫാൻ, വയലിൻ ലവർ. ഞങ്ങൾക്ക് വേണ്ടിട്ട് ആദ്യം പെർഫോം ചെയ്യുന്നത് വയലിന്റെ ഏത് പീസാണ്? ഗംഗെ എന്ന സോങ്ങാ പാടാൻ. രവീന്ദ്രൻ മാസ്റ്റർ മ്യൂസിക്, ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ വരികളുള്ള പാട്ട്. അപ്പൊ എന്തായാലും നമുക്ക് സമയം കളയണ്ട, അതങ്ങ് കേട്ട് കളയാം അല്ലേ? റെഡി? ടെൻഷൻ ഒന്നും ഇല്ലല്ലോ? കൂൾ.
എന്ത് പ്രകടനമായിരുന്നു. എനിക്ക് സത്യത്തിൽ ഒന്നും പറയാൻ തോന്നുന്നില്ല. ഞാൻ എല്ലാം നവ്യ ചേച്ചിക്ക് വിട്ടു തന്നിരിക്കുകയാണ്. പറഞ്ഞോളൂ. വേദമിത്ര, സത്യം പറഞ്ഞാൽ ഈ കൊറോണയുടെ പ്രശ്നമില്ലായിരുന്നു കെട്ടിപ്പിടിച്ച് ഞാൻ ഒരു ഉമ്മ തന്നേനെ. എൻ്റെ സുരക്ഷയ്ക്ക് മാത്രമല്ല മോളുടെ കൂടെ സുരക്ഷ എൻ്റെ കയ്യിൽ തന്നെ ആയതുകൊണ്ട് നമ്മൾ അന്യോന്യം സംരക്ഷിക്കേണ്ടതുകൊണ്ട് ഉഗ്രനായിരുന്നു. എന്താ പറയാ, ഈ വല്ലാതെ മിസ് ചെയ്തതേ വളരെ ഫേവറേറ്റ് ആയിരുന്ന ബാലഭാസ്കർ, അദ്ദേഹത്തിന് ഈ നിമിഷം ഓർത്തു പോവാണ്. വളരെ പെട്ടെന്ന് പോയി അദ്ദേഹം. ഇല്ലെങ്കിൽ ഇനിയും ഒരുപാട് വണ്ടേഴ്സ്, അല്ലെങ്കിൽ കേരളത്തിന് ഇനിയും ഒരുപാട് അഭിമാനിക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട് സഹായിച്ചതിനെ വളരെ ഗിഫ്റ്റഡ് ആണ്. പക്ഷെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, എന്ന് വെച്ചാൽ ഇപ്പം സാധിക്കോ, ഇനി എൻ്റെ ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസിനെ പറ്റിയിട്ടൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ ആ ഓ ദിൽ രൂപ ഞാൻ ഒരിക്കലും വയലിനിൽ കേട്ടിട്ടില്ല, അങ്ങനെ അധികം ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു പല്ലവിയെങ്കിലും ഞാനത് പറയാൻ വരികയായിരുന്നു. എന്റെ മനസ്സ് വായിച്ചറിഞ്ഞു നവ്യ ചേച്ചി. ഒന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിട്ടും പ്രേക്ഷകർക്ക് വേണ്ടിട്ടും ഒക്കെ ഓ ദിൽ രൂപ. റെഡി? എന്റെ കണ്ണു നിറഞ്ഞിട്ടോ, ഭയങ്കര ഇഷ്ടമായി എനിക്ക്. ഈ വയലിൻ എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര സങ്കടം നമുക്ക് അതിലിങ്ങനെ തളം കെട്ടി നിൽക്കുന്ന പോലെ തോന്നും. ആൻഡ് ഐ എം സോ ഹാപ്പി. ചില പ്രോഗ്രാംസിൽ നമ്മൾ ഗസ്റ്റായിട്ട് വരുമ്പോഴേ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് വലിയ ടാലൻറ്റ്സ്, നല്ല ടാലൻറ്റിനെയൊക്കെ നമ്മുടെ അടുത്തിങ്ങനെ കാണുമ്പോൾ അതൊരു ഭയങ്കര ഭാഗ്യമാണ്. കാരണം ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ ഉണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും ഒക്കെ എത്ര ബ്ലെസ്ഡ് ആണ്. ജീവിതത്തിൽ വലിയ ഉയരങ്ങളിൽ എത്തട്ടെ. വെരി ബെസ്റ്റ്. വേദമിത്രയ്ക്ക് നമ്മൾ അങ്ങനെ വെറുതെ വിടുന്നത് ശരിയല്ലോ. വയലിൻ കൊണ്ടും പാട്ടുകൊണ്ടും ഇത്രയും വിസ്മയങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ച വേദമിത്രയ്ക്ക് ഒരു കുഞ്ഞു സമ്മാനം റെഡ് കാർപ്പറ്റിന്റെ വകയുണ്ട്. സോ ഞാൻ നവ്യ ചേച്ചിയെ അത് കൊടുക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. ഭയങ്കരമായിട്ട് ഇങ്ങനെ റിമോട്ട് കഥയൊക്കെ തോന്നുന്നു. ആത്മാർപ്പണം അത് സംഗീതത്തിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും അനിവാര്യമാണ്. വനിതകളുടെ പ്രതിഭാ മുഹൂർത്തങ്ങളിലൂടെ ഞങ്ങൾ വീണ്ടും അടുത്ത എപ്പിസോഡിൽ വരും. അതുവരെ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കണം. നവ്യ ചേച്ചി, അപ്പോൾ നമ്മുടെ ഒരു മിടുക്കിയായിട്ടുള്ള പ്രതിഭയുടെ പെർഫോമൻസ് നമ്മൾ കണ്ടു. സോ ഈ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ടാറ്റ ബൈ ബൈ പറയാം. നമ്മൾ ബൈ പറയാണ്. താങ്ക് യു സോ മച്ച് വേദമിത്ര ഫോർ കമ്മിങ് ഹിയർ. അതെ, അപ്പൊ എന്തായാലും നവ്യ ചേച്ചിയുടെ പുതിയ വിശേഷങ്ങളും, പുതിയതല്ല കുറേ വിശേഷങ്ങൾ ഇനിയും ബാലൻസ് ഉണ്ട്, അതൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. Till then, it's me signing off. Swastika, this is Chunga Jewelry Red Carpet. എങ്കിലും സോദര ഇളങ്കാറ്റിലെവിടെയോ തേങ്ങാ കുലകളാടുന്നു നിന്റെ നന്ദന വൃന്ദാവനത്തിൽ. ഞാൻ ഒരു പാട്ടുകാരിയാണ്, പക്ഷെ ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല. പാട്ടൊരു ദൈവസിദ്ധമായിട്ട് കിട്ടിയതാണ്. ഒരു ഡീകംപ്രഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ഇടതുകാലിന് ചെയ്യണമായിരുന്നു. ആ ഇടതുകാലിന് ചെയ്തത് ഡോക്ടറിന് മാറിപ്പോയി, അത് ചെയ്തത് വലതിനായിപ്പോയി. സൗമ്യ പാടി നമ്മളെ സന്തോഷിപ്പിച്ച് സൗമ്യ ഇവിടെ വന്നിട്ട് പോയതുകൊണ്ട് സൗമ്യക്ക് എന്തെങ്കിലും നല്ലൊരു ഇതുണ്ടാവണം എന്നെനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നുന്നു. ഇപ്പോഴാണെങ്കിലും മരിക്കണം എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ. ആരും സന്തോഷത്തോടുകൂടി ആത്മഹത്യ ഒന്നും ചെയ്യാൻ ശ്രമിക്കില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. തിരുക്കളൊന്നും അല്ല, വേറെ നിവർത്തിയില്ലാതെ വരുമ്പോഴാണ് നമ്മൾ അങ്ങനെ ചെയ്യണം. Costume courtesy for Swastika, Rahel, Trivandrum.